നമസ്കാരം. ഗസയിൽ തുടരുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ 70 ഫലസ്തീനുകൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ചൊവ്വാഴ്ച 431 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ ആക്രമണം ചെയ്തത്. നെയ്ത്സരീം ഇടനാഴിയിൽ വീണ്ടും പിടിമുറുക്കിയ ഇസ്രായേൽ സേന കരയുദ്ധം വ്യാപിപ്പിക്കുമെന്നും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 70-ലേറെ ഫലസ്തീനുകളാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. മുന്നറിയിപ്പ് ലഭിച്ചിരുന്നുവെങ്കിലും ഇവിടെ നിന്ന് ആളുകൾക്ക് മാറ്റാനോ അധികമായി സാധിച്ചിരുന്നില്ല എന്നതാണ് ഇപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ നിസ്സഹായ അവസ്ഥ. 2 ദിവസത്തിനിടെ ഗസയിൽ 170 കുഞ്ഞുങ്ങളെ ഇസ്രായേൽ വധിച്ചതായി തന്നെ ഗസ ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മധ്യ ഗസയിലെ ധൈർ അൽ ബലഹയിൽ UN ഓഫീസിന് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. ഒരു ജീവനക്കാരൻ കൊല്ലപ്പെടുകയും 5 ജീവകാരുണ്യ പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഖാൻ യൂനീസിന് സമീപം അബസാൻ അൽ ജദീദ നഗരത്തിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജനങ്ങളോട് വീട് വിട്ടു പോകാൻ ഉത്തരവ് നൽകിയതിന് പിന്നാലെയായിരുന്നു ഈ ആക്രമണം എന്ന് പറയാം. കിഴക്കൻ ഗസയിലെ ബൈത്ത് ഹാനൂൻ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പട്ടിണിയും കുടിവെള്ളക്ഷാമത്തിനും പുറമെ ആശുപത്രികളിൽ മരുന്നുകളും മറ്റു ഉപകരണങ്ങളും ഇല്ലാത്ത സാഹചര്യം കൂടി പ്രതിസന്ധി രൂക്ഷമാക്കുകയായിരുന്നു. തുടർന്നുള്ള ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചിട്ട് പോലും വംശഹത്യയുമായി മുന്നോട്ട് പോകാനായിരുന്നു ഇസ്രായേൽ തീരുമാനമെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി. ഗസയിൽ കരയുദ്ധത്തിനായി തന്നെ ഇസ്രായേൽ കൂടുതൽ സൈനികരെ നിയോഗിച്ചിട്ടുണ്ട്. കടുപ്പമേറിയതായിരിക്കും യുദ്ധത്തിന്റെ 2ാം ഘട്ടമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. അതേസമയം പശ്ചിമേഷ്യയിൽ സ്ഥിരം സമാധാനമാണ് അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നതെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിക്കുകയും ചെയ്തു. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ US വീണ്ടും വ്യോമാക്രമണം നടത്തുകയും ചെയ്തു. ഹൂതികളെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. 1ാം ഘട്ട വെടിനിർത്തൽ അവസാനിപ്പിച്ച് ഗസയിൽ 400-ലേറെ പേരെ വീണ്ടും കൂട്ടക്കുരുതി ചെയ്ത് ഇസ്രായേൽ നടപടി വിശദീകരണവുമായി തന്നെ ഭീഷണിയുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ആക്രമണം ഒരു തുടക്കമാണെന്ന് മാത്രം പറയുകയും ചെയ്തു. കൂടുതൽ സൈനിക ശക്തിയോടെ ഹമാസിനെ ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഭാവിയിലെ വെടിനിർത്തൽ ചർച്ചകൾ ആക്രമണങ്ങൾക്കൊക്കെ തന്നെയും ഒപ്പമായിരിക്കുമെന്നും നെതന്യാഹു ചൊവ്വാഴ്ച വൈകിട്ട് ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഹമാസ് ഞങ്ങളുടെ സൈന്യത്തിന്റെ ശക്തി അറിഞ്ഞിട്ടുണ്ട്. ഇത് തുടക്കം മാത്രമാണെന്നും ഞാൻ അവരോട് ഉറപ്പിച്ചു പറയുന്നു. നെതന്യാഹു ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ലക്ഷ്യങ്ങൾ നേടും വരെ ഞങ്ങൾ യുദ്ധം തുടരുമെന്നും മുഴുവൻ ഹമാസിന്റെയും ബന്ദികളുടെയും മോചനം ഉന്മൂലനം ചെയ്യുമെന്നും അതുപോലെ ഗസയെ എന്നേക്കുമായി തന്നെ ഇസ്രായേൽ ഭീഷണി ഇല്ലാതാക്കുമെന്നും എന്നിവയാണ് നെതന്യാഹു വിശദമാക്കിയ കാര്യങ്ങൾ. ബന്ദികളെ കൈമാറാൻ തയ്യാറായില്ലെങ്കിൽ മാരകമായ ആക്രമണമായിരിക്കും നടക്കുകയെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. 6 ആഴ്ച നീണ്ടുനിന്ന് തന്നെ ആദ്യ വെടിനിർത്താൻ കാലയളവിൽ ഏകദേശം 2000 ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ ഇവർക്ക് പകരമായി ഹമാസ് 35ഓളം ബന്ദികളെയും വിട്ടയച്ചിട്ടുണ്ട്. താൽക്കാലിക വെടിനിർത്തലിൽ അവസാനിപ്പിച്ച മുന്നറിയിപ്പില്ലാതെ തന്നെ കഴിഞ്ഞ ദിവസം ഗസയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 413 ഉയർന്നു. നിരവധി സ്ത്രീകളും കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. 660-ലേറെ പേർക്ക് പരിക്കേറ്റ് ഉറങ്ങിക്കിടന്ന സ്ത്രീകളും കുട്ടികൾക്കും നേരെയാണ് ഇസ്രായേൽ ബോംബിട്ടത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യോമാക്രമണം തുടരുന്നതിനോടൊപ്പം തന്നെ കരയാക്രമണത്തിനും ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണെന്ന് ഇസ്രായേൽ തന്നെ പറഞ്ഞിട്ടുണ്ട്.